ഈ ബെഗാന്റെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം. അതെ, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉള്ളതാണ്. അതാണ് നമുക്കിവിടെ ഇല്ലാത്തത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്, ദ വേൾഡ്സ് നമ്പർ 1 ഫൂൾസ്. ബെഗാനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവർക്കുള്ളത്. ഇത്രയും വലിയ സാഹചര്യത്തിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുമ്പോഴും അവരുടെ ടീമിനെ താഴേക്ക് ഇറക്കാൻ തയ്യാറല്ല. അവരിങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതാണ് പാഷൻ എന്ന് പറയുന്നത്, പാഷനേറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബെഗാൻ എല്ലാ രീതിയിലും പ്രൊഫഷണൽ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു ടീം കളിക്കുന്നു, അടുത്ത ഒരു ടീമിനുള്ള പ്ലേയേഴ്സ് ബെഞ്ചിലിരിക്കുന്നു. ഇന്ത്യയുടെ നാഷണൽ സ്ക്വാഡിൽ കളിക്കുന്ന എല്ലാവരും ബെഗാന്റെ സ്ക്വാഡിൽ കളിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ കാശിന്റെ കൊഴുപ്പ് അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല, പാഷനേറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് അവർക്കുണ്ട്. അതായത് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്ത സാധനം അവരുടെ കയ്യിലുണ്ട്. അത് തന്നെ സംഭവം. അവര് ഈ പ്ലേയേഴ്സിനെ ടീമിലെത്തിക്കുന്നതും അല്ലെങ്കിൽ കളി ജയിക്കുന്നതും ടീം ബിൽഡ് ചെയ്യുന്നതിലും മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? ഒരിക്കലല്ല. മറ്റു ടീമുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നതിലും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നോക്കും, മറ്റു ടീമുകളെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇവരെ ബെഗാനെ സംബന്ധിച്ചിട്ട് കുറച്ച് പാടേറിയ ഒരു ടീമിനെ നോക്കിയിട്ട് അതിൽ ആ ടീമിനെ എങ്ങനെ ബലഹീനരാക്കാം എന്നുള്ള കാര്യങ്ങൾ പോലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു സമയത്ത് നമ്മളുടെ മിഡ്, അതായത് ഡിഫെൻസീവ് മിഡില് 2 പിള്ളേരുണ്ടായിരുന്നു, ജീക്സണും ഊട്ടിയും. മാൻലോ മാർക്കസ് ഒരു തവണ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ബ്ലാസ്റ്റേഴ്സിനോട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് അവന്മാർ 2 പേര് ബോളും കൊണ്ട് ഡിഫൻസിലോട്ടൊന്ന് ചെല്ലാൻ സമ്മതിക്കണ്ടേ, 2 പേര് അവിടെ നിൽക്കുക, ജീക്സണും പൂട്ടിയാണ്. അപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നു ഈ 2 പേര്. സോ ബെഗാൻ നൈസായിട്ട് പൂട്ടിയാനെ അങ്ങ് തൂക്കി. ബെഗാന് പൂട്ടിയുടെ യാതൊരു ആവശ്യമില്ല. പൂട്ടിയാനെ കൊണ്ടുപോയി എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ കൊണ്ട് ബെഞ്ചിലിരുത്തുക ചെയ്തത്. എന്നിട്ട് അടുത്ത വർഷം ഒഡീഷയ്ക്ക് മറിച്ചടിച്ചു. ശരിക്കും അവർ ചെയ്തത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മിഡ് തകർക്കുക എന്നുള്ള പ്ലാൻ തന്നെയാണ്. അതേപോലെ തന്നെ അവര് സഹലിനെ കൊണ്ടുപോയി. നമ്മുടെ അറ്റാക്കിങ്ങിന്റെ ഏറ്റവും മൂർച്ചയുള്ള ഭാഗമാണ് സഹൽ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ പറിച്ചെടുത്തോണ്ട് പോയി ബെഗാൻ. സഹലിനും ഞാൻ കണ്ടിട്ട് അവിടെ ഫസ്റ്റ് 11 സ്ലോട്ട് ഇല്ല. സഹലിന് നല്ല പ്ലേയിങ് ടൈം കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. സഹലൊക്കെ ബെഞ്ചിലാണ്. സഹലെ എന്നാ 90 മിനിറ്റൊക്കെ ഒന്ന് കളിക്കുന്നത്? ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയും കാലമായില്ലേ കളിക്കാൻ തുടങ്ങിയിട്ട്? 90 മിനിറ്റ് കളിക്കണമെന്നൊന്നും ഇല്ലേ? അപ്പോ സഹല് പക്ഷെ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ട്രോഫി ഉണ്ട്, അവിടെ കാര്യങ്ങളുണ്ട്, അവിടെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ സഹൽ അവിടെ ഓക്കെയാണ്. ഓക്കെ, സഹലിന്റെ കാര്യം ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല കേട്ടോ, അവര് ബാംഗ്ലൂരിൽ നിന്ന് ആഷിഖിനെ തൂക്കി, അതേപോലെ മുംബൈയിൽ നിന്ന് ഒപ്പുയനെ തൂക്കി, അങ്ങനെ പലരെയും. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ അമയ്യെ പോലും, അമയ അവിടെ ചെന്നില്ലെങ്കിലും അവിടെ ആളുണ്ട് കളിക്കാൻ. പക്ഷെ പിന്നെ അമയ്യെ അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫൂൾസ് മാനേജ്മെന്റ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ ഫൂൾസ് എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് വിളിക്കാനില്ല. പിന്നെ വിളിക്കാനുള്ളതൊന്നും നമുക്കിപ്പോ ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റാത്ത സാധനങ്ങളായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു സംഗതി കൂടി നടക്കുന്നുണ്ട്. അപ്പം അതാണ് പ്രൊഫഷണലിസം കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അങ്ങനെ നമ്മുടെ ടീമിൽ നിന്ന് മാത്രമല്ല, പല ടീമിൽ ഇവര് ഇവാൻ കലൂഷിനെ നോക്കിയിരുന്നു, അഡ്രിയാൻ ലൂണയെ നോക്കിയിരുന്നു. ഇവാൻ കലൂഷിനിക്കൊന്നും പിന്നെ പോകാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് പോകാഞ്ഞത്. പിന്നെ ലൂണ പോകത്തില്ല, അത് അങ്ങനെ ഒരു മെൻഷൻ. പക്ഷെ ലൂണ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ മാനേജ്മെന്റ് ലൂണയും തൂക്കി അവർക്ക് വിറ്റ് തന്നെ, അത് വേറെ കാര്യം. അത്ര പൊട്ടന്മാരാണ് നമ്മുടെ മാനേജ്മെന്റ്. പ്ലീസ്, ഇങ്ങനെയൊക്കെ കൂടെ ഫുട്ബോളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മാനേജ്മെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ഈ പരിപാടി അറിയത്തില്ല, പ്ലീസ് ഒന്ന് ഇറങ്ങിപ്പോകൂ, ഞങ്ങളുടെ ടീമിനെ ഒന്ന് വിൽക്കൂ, പാഷനേറ്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കൂ, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. നിങ്ങൾ ഇവിടുന്ന് പരിപാടി നിർത്തി എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്ന് പോയി തരുമോ? താങ്ക് യു.